ഹായ്, നമസ്കാരം. വത്സബ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സാധാരണ മത്തിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ചിലയിടത്ത് ചാള എന്നും പറയും. അപ്പം ഇത് ഞാനിവിടെ ഒരു 4 മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയതായിരുന്നു. അതിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ വരഞ്ഞ് വേണം അത് തയ്യാറാക്കാനായിട്ട്. രണ്ട് സൈഡും വരഞ്ഞ് വെക്കുക. ഇതിപ്പോൾ ഞാൻ രണ്ട് സൈഡും വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിലൊന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചു. ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറി അത്ര വേവണ്ട, ഒന്ന് ആവി കയറി ഒന്നെടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് ആവി കയറി വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ എന്നതിൽ അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി വരാം. അപ്പോൾ നമുക്ക് ഈ മീൻ പൊടിമാസ് ഫ്രൈയുടെ അരപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണ് അരിപ്പൊടി ചേർക്കുകയാണ്. 2-2.5 ടീസ്പൂണ് അരിപ്പൊടി, 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. അത് എരിവ് ഇപ്പം ഞാനിവിടെ 4 മത്തി എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അളവുകളും കൂട്ടുക. പൊടിയുടെ ഇഞ്ചി ചതച്ചത് അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ആക്കി എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചതച്ചത്. ഇപ്പം വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കി ചേർക്കുക. സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, കറിവേപ്പില അത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. കറിവേപ്പില 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർക്കും. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് നല്ല പേസ്റ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തി വെന്ത് ഒന്ന് ആവി കയറിയതേ ഉള്ളൂ, അത് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി അത് ഇളക്കിയെടുക്കണം, ആ മുള്ളിൽ നിന്ന് അടർത്തിയെടുക്കണം. അപ്പോൾ പൊടിഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ, ഇത് കാരണം നമ്മൾ ആ രീതിയിലാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇളക്കിയെടുക്കുക. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാകട്ടെ. ഇനി അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ നടുക്കത്തെ മുള്ള് മാത്രമാണ് മാറിയിരിക്കുന്നത്. അപ്പം അല്ലാതെ മത്തിക്ക് സാധാരണ നമുക്ക് ആ മാംസത്തിൽ തന്നെ മുള്ളുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അത് വറുത്ത് കഴിയുമ്പോഴത്തേക്കിനും അതും കൂടി കഴിക്കാം എന്നുള്ള രീതിയിലാണല്ലോ. മത്തിയിലെ ഇടയ്ക്കത്തെ മുള്ള് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ചെറിയ അല്ലാത്ത ബാക്കി അയല ബാക്കിയുള്ള മീനുകളുണ്ടല്ലോ, വലിയ മീനുകൾ, കിങ് ഫിഷ് പോലെയുള്ള മീനുകളെല്ലാത്തും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മീൻ ഫ്രൈ ആക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മളെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം വലിയ മീൻ ഇപ്പം ഇതേ അരപ്പ് തന്നെ ചേർത്ത് നമ്മൾ സാധാരണ മീൻ വരഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അതുപോലെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പൊടിമാസ് ഒരു വെറൈറ്റി ആയിട്ട് ഇതിന് ടേസ്റ്റും വേറെ ആയിരിക്കും. എല്ലാ മാംസത്തിലേക്കും എണ്ണ ചേർന്ന് ഫ്രൈ ആയി കിട്ടും. ഞാൻ അതിലേക്ക് 1 സ്പൂണ് ക്രഷ്ഡ് മുളകും കൂടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതൊന്ന് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ
ഫിഷ് പൊടിമാസ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കണം. നല്ല റെസിപ്പിയാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.